സോളാർ കേസിലെ പരാതിക്കാരനായ ടി.സി. മാത്യു 1 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തിയതായി പരാതി. വീട് വിൽക്കാമെന്ന് ധരിപ്പിച്ച് ശ്രീകാര്യം സ്വദേശിയിൽ നിന്ന് 1 കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. ടി.സി. മാത്യു ഉൾപ്പെടെ 3 പേർക്കെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്രീകാര്യം സ്വദേശി ജഗന്നാഥന് വീട് നൽകാമെന്ന് പറഞ്ഞ് കരാറുണ്ടാക്കി 1 കോടി രൂപ ടി.സി. മാത്യു തട്ടിയെടുത്തുവെന്നാണ് പരാതി. ജഗന്നാഥന്റെ പരാതിയിൽ പറയുന്നത് ഇപ്രകാരം: കുറവൻകോണത്തെ 10 സെന്റ് സ്ഥലവും വീടും 2 കോടി 24 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ടി.സി. മാത്യുവും താനും തമ്മിൽ കരാറുണ്ടാക്കി. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 1 കോടി രൂപ അഡ്വാൻസ് നൽകി. 4 മാസത്തിനുള്ളിൽ ബാക്കി തുക നൽകുമ്പോൾ വീടും സ്ഥലവും രജിസ്റ്റർ ചെയ്ത് നൽകണമെന്നായിരുന്നു കരാറ്. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും രജിസ്ട്രേഷൻ നടത്താതെ ടി.സി. മാത്യു ഒഴിഞ്ഞു മാറിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് ജഗന്നാഥൻ വ്യക്തമാക്കുന്നു. ഫോൺ എടുക്കുകയില്ല. എത്ര പ്രാവശ്യം വിളിച്ചാലും, നമ്മൾ 20 പ്രാവശ്യം വിളിച്ചാലും അദ്ദേഹം ഫോൺ എടുക്കില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഇയാളൊരു ഫ്രോഡാണ് എന്നെനിക്ക് മനസ്സിൽ തോന്നി. ഈ വീട് എനിക്ക് എഗ്രിമെൻ്റ് എഴുതി എൻ്റെ നിന്ന് 1 കോടി വാങ്ങുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ മറ്റൊരാൾക്ക് ഈ വീട് വിറ്റതാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വവ്വാക്കാവ് സ്വദേശിയായ ഫിറോസ് ഖാൻ എന്നയാൾക്ക് 65 ലക്ഷം രൂപയ്ക്കാണ് വീടും സ്ഥലവും ടി.സി. മാത്യു കരാർ ലംഘിച്ച് വിറ്റത്. ടി.സി. മാത്യു ഭാര്യ എലിസബത്ത്, സുഹൃത്ത് രാജേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് വഞ്ചിയൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടി.സി. മാത്യുവിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും ജഗന്നാഥൻ പരാതി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.